മറന്നുപോയല്ലേ? ഇന്ന് എന്റെ അർച്ചനയുടെ വിവാഹം നടന്ന ദിവസം. അയ്യോ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അവളിന്ന് എന്റെ കൂടെ ഇല്ല. ഇനി തിരിച്ചു വരുമെന്ന് ഉറപ്പ് പറയാനും പറ്റില്ല. പക്ഷേ എനിക്കിപ്പോ നല്ല പ്രതീക്ഷയുണ്ട്. എന്നെങ്കിലും എന്റെ പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാവും. നിങ്ങളൊക്കെ മറന്നാലും ഈ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. പതിവ് പോലെ അവക്ക് വേണ്ടി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. എന്റെ അർച്ചന തിരിച്ച് എന്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി വഴിപാടുകൾ നടത്തണം. മോൻ അമ്മയോട് ക്ഷമിക്കേ. അമ്മയെന്തോ ഇന്നത്തെ ദിവസം അങ്ങ് മറന്നുപോയി. പക്ഷേ ഇപ്പൊ എനിക്ക് പഴയ പോലെ നിരാശയില്ലമ്മേ. അർച്ചന തിരിച്ചു വരുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. അല്ല, മോൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മയും കൂടെ വരത്തില്ലായിരുന്നോ? ഇതിപ്പോ മോൻ ഇങ്ങനെ ഇറങ്ങിയില്ലേ? ആ, മോൻ എന്തായാലും പോയിട്ട് വാ. ഞാൻ വൈകുന്നേരം പോയി അവക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. അമ്മ പോയി പ്രാർത്ഥിച്ചോ. പക്ഷേ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇനിയൊക്കെ ചെയ്യരുത്. കാരണം എന്റെ അർച്ചന മരിച്ചിട്ടില്ല. എന്റെ ഉള്ളിൽ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഞാൻ പോയിട്ട് വരാം. എന്താ അമ്മേ? അല്ലടി, എനിക്ക് അവന്റെ സംസാരത്തിൽ എന്തോ സംശയം തോന്നുന്നു. അർച്ചനയെ കുറിച്ച് എന്തെങ്കിലും അവന് വിവരം കിട്ടിയോന്ന്? അതെന്താ അങ്ങനെ തോന്നാൻ? എടി, എല്ലാ വർഷവും ഈ ദിവസം അവൻ അമ്പലത്തിൽ പോകുമ്പോ അവൻ എന്നെയും കൂട്ടിയല്ലേ പോവാറ്. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു സന്തോഷം അവന്റെ കണ്ണ് ഞാൻ കണ്ടടി. അതമ്മക്ക് തോന്നിയതാ. ആ, ഞാൻ വൈകുന്നേരം അമ്പലത്തിൽ പോയി അവക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വേണ്ട, എന്റെ അർച്ചന ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ അവൻ പറഞ്ഞത്, അല്ലേ? ആ പറഞ്ഞതിന് ഒരു വല്ലാത്ത ശക്തി ഉണ്ടായിരുന്നു അവന്. അർച്ചനയെടുത്തി മരിച്ചു എന്ന് പറഞ്ഞ് വെളിയിടാൻ പോയത് ആന്റി അല്ലേ? അതുപോലത്തെ പ്രാർത്ഥന ഇനി വേണ്ടെന്നായിരിക്കും ഏട്ടൻ ഉദ്ദേശിച്ച്. അത് ശരിയാ. ഏട്ടത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണെന്നും പറഞ്ഞു പോയിട്ട് തിലഹോമം നടത്തുമെന്ന് പേടിച്ചിട്ടായിരിക്കും ഏട്ടൻ അങ്ങനെ പറഞ്ഞത്. അമ്മേ, സച്ചേട്ടന്റെ മനസ്സിലെ അർച്ചനടുത്ത് മരിച്ചിട്ടില്ല, ഒരിക്കലും മരിക്കുകയുമില്ല. എന്തായാലും സച്ചേട്ടൻ അമ്പലത്തിൽ പോവാൻ ഇറങ്ങിയതുകൊണ്ട് ആതിരയ്ക്കൊരു ലിഫ്റ്റ് കിട്ടി. അത് ശരിയാ. അവിടെ തന്നെ എനിക്ക് ഒരു ജോലിക്ക് ശ്രമിക്കാന്ന് ആതിര പറഞ്ഞിട്ടുണ്ട്. സന്ദീപന്റെ സഹായം ഇല്ലെങ്കിലും ആതിര പിടിച്ചു നിൽക്കും. അക്കാര്യത്തില് അർച്ചനടുത്തിന്റെ അനിയത്തി തന്നെ ആതിര. അമ്മ ഞങ്ങള് പറഞ്ഞത് വല്ലതും കേട്ടോ? എന്താ എന്താ പറഞ്ഞേ? ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടല റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന്. ആഹാ, എന്നാ പിന്നെ ഇനി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. വാ ആന്റി. ഇത് ആര് കൊണ്ടുവന്നതാ? അമ്മേ, ഇത് സച്ചങ്ങൾ ആരതിയാന്റെ കൂടെ കൊണ്ടുവന്നതാ. എന്താടാ? അച്ഛൻ, ഞാൻ മുടി കെട്ടിയിട്ട് ശരിയാവുന്നില്ല. അമ്മ ഇതുവരെ വന്നില്ല. ശിശിരാന്റി ആണെങ്കിൽ കിച്ചണിലും. അതിനെന്താ, അച്ഛൻ കെട്ടിത്തരാലോ. അതിന്
അച്ഛന് മുടി പിന്നിക്കെട്ടാനൊക്കെ അറിയോ? ആ ശ്രമിച്ച് നോക്കട്ടെ. അവിടെ ചേർന്നിരുന്നേ. ഓ ആ അച്ഛാ, ഓ ഇപ്പൊ തീരുവേ. സൂപ്പർ ആയിട്ടുണ്ട്. അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയാം? എല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ മോളെ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നേ. നാളെ നമ്മൾ തനിച്ചായാലും ഇതൊക്കെ ചെയ്യണ്ടേ? നമ്മളെന്തിനാ തനിച്ചാവുന്നേ? അമ്മയും ശിശിരാന്റെയും അച്ഛമ്മയും ഒക്കെ നമ്മളോടുണ്ടല്ലോ. മോളെ, ഈ ലൈഫ് എന്ന് പറഞ്ഞ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റോറിയാ. ആ കഥയുടെ അവസാനം വരെ ഇന്ന് നമ്മളോട് ഉണ്ടായിരുന്നവരൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലരൊക്കെ പാതി വഴി വെച്ച് ഇറങ്ങിപ്പോയേക്കാം. പക്ഷെ ആരൊക്കെ പോയാലും നമുക്ക് വീണ്ടും മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ. അവസാനം നമുക്ക് നമ്മളേ ഉണ്ടാവും. അച്ഛൻ എന്തിനാ ഇമോഷണൽ ആവുന്നേ? എന്താ പറ്റിയേ? ഇമോഷണലായോ അച്ഛൻ? ആ